സ്വാമി കിംസിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്? റോജിയുടെ മരണത്തിന്റെ സത്യാവസ്ഥ വെളിവരാൻ നമ്മൾ എന്താ ചെയ്യണം? ആക്ച്വലി കിംസിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് കിംസിനകത്ത് നടക്കുന്ന ഇഷ്യൂസ് നമുക്ക് ആർക്കും ദഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവരോട് എതിരായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. കാരണം അവരുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്ന ആൾക്കാരെ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ വലിയ വലിയ ഹയറാക്കീസുമാണ്. അപ്പം ഇവരെ റിറ്റാലിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നതിൽ മാത്രമാണ്. ഒരുപാട് പേര് അവിടെ പലതരത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ 6 മാസം മുമ്പും ഈ റോജിയെ പോലെ തന്നെ വേറൊരു കുട്ടി അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു ആലപ്പുഴക്കാരിയായ ഒരു കുട്ടിയാണ്. ഈ റോജി മരിച്ചത് എന്ന് പറയുന്നത് 10ാമത്തെ നിലയിൽ നിന്ന് വീണാണ് മരിക്കുന്നത്. ഈ 10ാമത്തെ നിലയിൽ വരെ എത്തുക എന്ന് പറയുന്നത് 10ാമത്തെ നിലയിൽ ആർക്കും പ്രവേശനമില്ലാത്തൊരു ഏരിയയാണ്. അപ്പൊ ഈ കുട്ടി എങ്ങനെ അവിടെ എത്തിയെന്നുള്ളത് ഒരു വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇവരെ ഒരു രീതിയിലും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നിയമത്തിലെ ഇവർക്ക് ഭയങ്കര പവർഫുൾ ആണ്. അതിനൊരു ഏക തെളിവാണ് സൗത്തേൺ എയർ കമാൻഡിന്റെ ഒരു വഴിയുടെ 2 സൈഡിലാണ് ഇവിടെ 2 ബിൽഡിങ്സ് ഇരിക്കുന്നത്. ഒന്ന് നോർത്ത് ബ്ലോക്കും ഒന്ന് സൗത്ത് ബ്ലോക്കും. ഈ രണ്ടിനെയും കൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു പാലമാണ്. ഈ പാലം നിയമവിരുദ്ധമായിട്ടാണ് ആ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലം എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ CTP ടൗൺ പ്ലാനർ നമ്മുടെ ഈപ്പൻ വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് യാതൊരു രീതിയിലും ഇതിന് അനുമതി കൊടുത്തിട്ടില്ല, നിയമവിരുദ്ധമായി ചെയ്തതാണ്. ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശം നമ്മുടെ ഭാഗത്തുനിന്ന് അതിന്റെ പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്ത് കൊടുത്തു എന്ന് പറയും. പക്ഷെ എന്നിട്ടും ഈ പാലം പൊട്ടിക്കാതെ നിർത്തിയിരിക്കുന്നത് ഇവരുടെ ഇൻഫ്ലുവൻസിനെ വളരെയധികം ഇത് സൂചിപ്പിക്കുന്നതിന്റെ ഏക തെളിവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റോജി എന്ന് പറയുന്ന കുട്ടി അവിടെ എന്തൊക്കെ അട്രോഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് ഇവർ സ്റ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ ഇതിനെപ്പറ്റി മുമ്പേ ഇവർ ഇതിനെപ്പറ്റി പരാതി കൊടുത്തില്ല? അതുപോലെ തന്നെ ഈ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ഇവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു. വളരെ സാധുവായിട്ടുള്ള ഒരു മാതാപിതാക്കളാണ്. രണ്ടുപേർക്കും സംസാരിക്കാനും കേൾക്കാനും ഉള്ള ശേഷിയില്ല. രോഗികളായിട്ടുള്ള ഈ പാരന്റ്സ്, ഇവരുടെ ബന്ധുക്കളുടെ ഇത് കൃപ കൊണ്ടാണ് ഈ കുട്ടി പഠിക്കുന്നത്. ഇത് നമ്മുടെ കുട്ടിയുടെ അവിടുത്തെ ഒരു സെയിന്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു ചർച്ചിൽ കൊയർ പാടാൻ പോകുന്ന കുട്ടിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ തരങ്കിണി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തില് ഒരു ആർട്സ് ക്ലബിൽ അവിടേക്ക് ഈ കുട്ടി പാടാൻ പോകുന്നതാണ്. എല്ലാവർക്കും നാട്ടുകാർക്ക് ഈ കുട്ടിയെ കുറിച്ച് വളരെ നല്ല താല്പര്യവും വളരെ ഇഷ്ടവും സ്നേഹമുള്ളതാണ്. ഈ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പാണ്. പിന്നെ ഈ മാതാപിതാക്കളെ ഇത്രയും പാവപ്പെട്ടവരെ ഉപേക്ഷിച്ചിട്ട് ഒരു കാരണവശാലും ഈ കുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്ന് സാമാന്യം യുക്തിയുള്ളവർക്ക് അറിയാം. പിന്നെ അതുപോലെ കിംസിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്തെ പിംസ് എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സാധനമാണ് ഇന്നത്തെ കിംസായി മാറിയെന്ന് അവിടുത്തെ നാട്ടുവർത്താനം തന്നെയാണ്. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇതിന്റെ മാനേജ്മെന്റ് തലത്തിലുള്ള ആൾക്കാരുടെ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ കേരള ജനത്തിനും എല്ലാവർക്കും അത് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ കിംസിനെതിരായിട്ടുള്ള വലിയൊരു ആരോപണം ജൂനിയർ ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും പല VIPകൾക്കും കാഴ്ച വെക്കുന്നു എന്നുള്ള ഒരു ഏറ്റവും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ആരോപണം കേൾക്കുന്ന ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണത്. അപ്പം അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എത്ര പേര് ഇതിനു വേണ്ടി സംസാരിച്ചു എന്ന് നോക്കണം. ഈ ഒരുപാട് പൈസ ഇതിനു വേണ്ടി ഇവർ ഡംപ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഇവിടുത്തെ പോലീസ് എത്ര നല്ല രീതിയിൽ അന്വേഷണം നടത്തിയാൽ പോലും ഒരു കാരണവശാലും ഈ റോജിക്ക് നീതി കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം പോലീസുകാരല്ല ഞാൻ കുറ്റം പറയുന്നത്, പോലീസുകാർ കഴിവുള്ള പോലീസുകാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. പക്ഷെ മേളിലുള്ള ഇപ്പം അഭയയുടെ കേസ് എന്തായി, അനഘയുടെ കേസ് എന്തായി, ഷാരിയുടെ കേസ് എന്തായി, അതുപോലെ റോജിയുടെ കേസ് VIPകളൊന്നും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസുകളിലും ഒരിക്കലും ആർക്കും ഇവിടെ നീതി കിട്ടിയ ചരിത്രമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഈ കുട്ടിക്ക് നീതി കിട്ടണമെങ്കിൽ വേണ്ട ഏക ഒരു സാധനം എന്ന് പറഞ്ഞാൽ CBI അന്വേഷണം. അതുപോലെ ഈ CBI അന്വേഷണത്തിന്റെ ഇത് ഇവിടെ എത്തിക്കാൻ വേണ്ടി മീഡിയയിൽ നമ്മൾ അറിയിച്ചു. മീഡിയാസ് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഈ മീഡിയ ചെയ്ത ഏറ്റവും വലിയ ഒരു ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ക്രൂരകൃത്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആക്ച്വലി മീഡിയയിൽ പ്രസ്സിൽ വിളിച്ചത് ഇവിടുത്തെ പ്രവർത്തകരാണ് എന്നെ ഈ കാര്യം അറിയിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി ഇതിൽ വന്ന് സംസാരിക്കണം, പോലെ ആരും ഈ കേസിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൂ. കാരണം ഈ നാട്ടുകാരുടെ വിഷയത്തിൽ എല്ലാത്തിലും ഇടപെട്ട് ഈ നാട് നന്നാവില്ലെന്ന് 100% എനിക്കറിയാം. കാരണം ഞാനിപ്പം എൻ്റെതായ പേഴ്സണൽ
എൻ്റെ ഒരു പ്രൊഫഷനുണ്ട്, അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഞാൻ കൂടുതലും ഞാൻ ഡൽഹിയിലും ഒക്കെയാണ്. കാരണം നമ്മൾ നന്നാവാത്തൊരു ഇതിനു വേണ്ടി സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻഡിവിജ്വലിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് അത് മനസ്സിന് തന്നെ ഒരു സുഖം കിട്ടുന്നതാണ്. അപ്പൊ ഈ പത്രക്കാർ പറയുന്ന അനുസരിച്ച് ഞാൻ അവിടെ പോയി, പത്രക്കാർ വളരെ മാന്യമായിട്ടായിരുന്നു നമ്മുടെ എറണാകുളം അതിലെ പത്രപ്രവർത്തകർ എന്നോട് സഹകരിച്ചത്. ഈ കേസ് ടേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ രാത്രിയായപ്പോൾ ഇവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കിംസിന്റെ മാനേജ്മെന്റ് തലത്തിൽ നിന്ന് നമ്മളെ ഇത് പബ്ലിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടി വിളിച്ചു, പക്ഷെ നമ്മളിത് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവര് നമ്മളെ പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവര് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പിടിച്ചുകൊണ്ട് മാനേജ്മെന്റ് തലത്തിൽ ഇത് ബ്ലോക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഇവരെ യഥാർത്ഥത്തിൽ എങ്ങനെ നേരിടണം? അപ്പൊ ഈ ഒരു അതായത് രാഷ്ട്രീയക്കാർ പോലും പേടിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് മാധ്യമമാണ്. മാധ്യമങ്ങൾ നല്ല രീതിയിൽ നിന്നാൽ ഇപ്പൊ നാട്ടിൽ ക്രമസമാധാനം നല്ലപോലെ വരണമെങ്കിൽ പോലീസ് നല്ലപോലെ നിൽക്കണം എന്ന് പറഞ്ഞ പോലെ നാട്ടിൽ രാഷ്ട്രീയക്കാരും ബാക്കിയുള്ളവർ നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ മീഡിയ സ്ട്രോങ് ആയിരിക്കണം. ഇന്ന് ഇവിടുത്തെ മീഡിയ മാനേജ്മെന്റ് സത്യം പറഞ്ഞാൽ ഈ കിംസിനെക്കാട്ടിയും വളരെ ഡിഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ഫിൽത്തി ഇതാണ്. ഇവരെ നമുക്ക് ഇത് മീഡിയാസ് എന്നല്ല ഇവരെ വിളിക്കേണ്ടത്, ഇങ്ങനത്തെ ആൾക്കാരെ മദ ഫക്കേഴ്സ് എന്ന് തന്നെ വിളിക്കണം. കാരണം അതല്ലാതൊരു വാക്കിതിലില്ല. കാരണം നല്ല നല്ല ധർമ്മബോധമുള്ള അല്ലെങ്കിൽ കർമ്മശേഷിയുള്ള ഒരുപാട് മീഡിയ പ്രവർത്തകരെ സത്യം പറഞ്ഞാൽ മാനസികമായിട്ടും അല്ലാതെ അവരുടെ എത്തിക്സിനെയൊക്കെ ചവിട്ടി അരയ്ക്കുന്ന ഈ മാനേജ്മെന്റിന്റെ ഈ രീതി, ഈ പൈസ ഇത്രയും ഒരു ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവര് ഇങ്ങനെ ഈ ഒരു കഴിവുമില്ലാത്ത ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയുടെ ഈ ദാരുണ അന്ത്യത്തിനെ കുറിച്ച് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ ഇവരെ ഇത് എത്ര നാൾ ഇവരെ ഇത് മറച്ചു വയ്ക്കാൻ പറ്റും? അതുകൊണ്ട് ഇതിന് പറ്റിയ പരിപാടി എന്ന് പറഞ്ഞാൽ ആമേൻ സിനിമ കണ്ടിട്ടുണ്ടോ? ആമേൻ സിനിമയില് ഈ മലം പൊതിഞ്ഞ് എറിയുന്ന ഒരു പരിപാടിയുണ്ട്. അതേപോലെ ഈ പച്ച മലം ഇവരുടെ തന്നെ പത്രത്തില് പൊതിഞ്ഞിട്ട് ഇങ്ങനത്തെ വാർത്ത മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ചെടുത്തിട്ട് അവന്മാർക്ക് ഇതുകൊണ്ട് തന്നെ ഏറി നാട്ടുകാർ ഈ സമയം ഇത് കൊടുക്കും എന്നുള്ളത് ഉറപ്പ്. ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യും. കാരണം പലയിടത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാ. ഇങ്ങനെ ഒരു 4 ഇടത്ത് ഏറി കിട്ടുമ്പോൾ അതുപോലെ നല്ല തല്ലുകൊണ്ട് ഇവന്മാർ നൂരുമ്പോൾ ഇവന്മാർ ഈ പണി വെച്ചിട്ട് വല്ല വാർക്കപ്പണിക്കും പോകും. അതാണ് ഇവന്മാർക്ക് പറ്റിയ പണി. ഇങ്ങനത്തെ ചതിയന്മാരെ പിടിച്ചിരുത്തിയിട്ട് ഇവന്മാര് കള്ളും കഞ്ചാവും അടിച്ചിരുന്ന ബോധം പോയിരുന്ന എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകളൊക്കെ എഴുതി കൂട്ടുന്നതാണ് ഇവിടുത്തെ ജനം വായിച്ചിട്ട് ആരെയും അബ്ദുൽ കലാം സാറിനെ പോലും പുച്ഛിച്ച് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവരമില്ലാത്തവൻ എന്തെങ്കിലും ഇത് തുപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിൽ കുഷ്ഠം പിടിച്ച ഇവന്മാരുടെ ഇത് കുഷ്ഠരോഗികളെന്ന് ഇവനെയൊക്കെ പറയാൻ പറ്റില്ല. ഇവന്റെ ശരീരത്തിൽ കുഷ്ഠം ഉണ്ടെങ്കിൽ അത് മാറ്റാം, പക്ഷെ മനസ്സിൽ കുഷ്ഠമുള്ളവനെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ കുറെ കുഷ്ഠരോഗികൾ മാധ്യമങ്ങളിൽ ഇരിക്കുന്നുണ്ട്. എല്ലാ മാധ്യമ പ്രവർത്തകരും മോശക്കാരല്ല. എനിക്ക് ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളുണ്ട്. അവർ തന്നെ കരയുകയാണ് മാനസികമായിട്ട്. അപ്പൊ ഇത് ജനം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം. സോഷ്യൽ മീഡിയയുടെ റെസ്പോൺസ് ഇത്രയും കൂടിയുണ്ട്, അവന്മാരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വേറൊരു മീഡിയയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു. അപ്പൊ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ പ്രവർത്തിക്കാത്തതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത്, ആൾക്കാർ പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഈ ഒരു കാര്യത്തില് സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോൾ നടത്തിയിരിക്കുന്ന DIG കൊണ്ട് പറഞ്ഞിരിക്കുന്നത് വെറുതെ ജസ്റ്റ് ഒരു അദ്ദേഹത്തിന് അറിയാം പ്രശ്നം കൂടുതലാവും, ജനത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് CBIയുടെ അന്വേഷണം തന്നെ ഇതിൽ വേണം. അതിന് വേണ്ടിയിട്ട് ഇതിനെക്കാട്ടിയും കൂടുതലായിട്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സംഘടിച്ച് തന്നെ ശക്തരാവണം. ജനത്തിന്റെ യൂത്തിന്റെ പവർ, നിഷ്പക്ഷമായിട്ടുള്ള ജനത്തിന്റെ ശക്തി എന്തെന്ന് രാഷ്ട്രീയവും മാധ്യമങ്ങളും അറിയണം. ഫേസ്ബുക്ക് ഈസ് മോർ ദാൻ ഇനഫ് ആ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് എല്ലാവരും റോജിയുടെ നീതിക്കായി ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് ആ CBI അന്വേഷണം നടത്തിക്കൊണ്ടുവന്ന കിംസിന്റെ കള്ളക്കളികളെല്ലാം സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഉള്ള ഒരൊറ്റക്കെട്ടായി നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിവിടെ ഇത് വേറെ ഒന്നും പറയുന്നില്ല. ഞാൻ ഇതിവിടെ ഇത്രയും എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. നമസ്തേ, ജയ് ഹിന്ദ്.